വെൽക്കം ബാക്ക് ടു സ്റ്റുഡന്റ് വെയിറ്റേജ് വീഡിയോസ് എല്ലാ ചാപ്റ്റേഴ്സിന്റെയും വെയിറ്റേജ് വീഡിയോസ് അപ്ലോഡഡ് ആണ്. അപ്പൊ നമ്മൾ ഇനി കടക്കാൻ പോകുന്നത് ഫോക്കസ് പോയിന്റ്സ്. നമ്മുടെ ഗവൺമെന്റ് നമുക്ക് തന്നിരിക്കുന്ന സിലബസ് കട്ട് ഷോർട്ട് ചെയ്തിട്ടുള്ള ഇന്ന ഏരിയ മാത്രം ഫോക്കസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടല്ലോ. അതിന്റെ ബേസിസിൽ ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നാണ് ഈ വീഡിയോ ഉള്ളത് കേട്ടോ. അതായത് ഏതൊക്കെയാണ് ആ ഫോക്കസ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് നമുക്ക് തന്നിരിക്കുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ടോപ്പിക്സ് മാത്രമേ പറയുന്നുള്ളൂ. ഈ ഓരോ പർട്ടിക്കുലർ ടോപ്പിക്കിന്റെയും എക്സാജറേറ്റഡ് വേർഷൻ ആയിട്ട് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഫർദർ വീഡിയോസ് സ്റ്റുഡന്റിൽ അപ്ലോഡ് ചെയ്യും. ഓക്കെ, ആദ്യം നമുക്ക് ഏതൊക്കെയാ ടോപ്പിക്സ് എന്ന് അറിയണമല്ലോ. അപ്പൊ ഏതൊക്കെയാ ടോപ്പിക്സ് ആദ്യം നിങ്ങളൊന്ന് ഞാൻ പറയുന്നത് ഒപ്പം ഒന്ന് എഴുതി വെക്കുക. അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് തുറന്നിട്ട് ഞാൻ പറയുന്ന സംഭവങ്ങൾ ടിക്ക് ചെയ്ത് വെക്കുക. അങ്ങനെയല്ലേ ഓരോ തവണ നിങ്ങൾക്ക് ഈ ടോപ്പിക് ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ വെറുതെ വീഡിയോ എടുത്ത് നോക്കാൻ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് പറയുന്നതിനൊപ്പം കാണുന്നതിനൊപ്പം ആ ടോപ്പിക്സ് ടെക്സ്റ്റ് ബുക്കിൽ ടിക്ക് ചെയ്ത് പോവാ കേട്ടോ. എഴുതി വെക്കണവരാണെങ്കിൽ എഴുതി വെക്കാം. എഴുതാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്സിൽ ടിക്ക് ചെയ്തതായിരിക്കും നല്ലത്. ആദ്യത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാം. നമുക്ക് ടോട്ടൽ 14 ചാപ്റ്റർ ആണുള്ളത് ഫിസിക്സിനകത്ത് +2. സോ ആദ്യത്തെ ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്നതാണ് ആദ്യത്തെ ചാപ്റ്റർ. ഇതിനകത്ത് നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോക്കസ് പോയിന്റ്സ് അവർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓരോരോ ടോപ്പിക്ക് മാത്രമേ വായിക്കുന്നുള്ളൂ. ഇതിന്റെ കണ്ടന്റ് ബേസ്ഡ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യത്തെ ടോപ്പിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അവര് ഫോക്കസ് ചെയ്യണം എന്ന് പറഞ്ഞ ആദ്യത്തെ ടോപ്പിക്കാണ് ഇലക്ട്രിക് ചാർജ്. എന്താണ് ഇലക്ട്രിക് ചാർജ്? ഒരു മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് അല്ലെ. ഇലക്ട്രിക് ചാർജ് എന്താണ്? രണ്ടാമത്തെ ടോപ്പിക്ക് ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾ ടിക്ക് ചെയ്ത് വെക്കുന്നുണ്ടാവുന്ന ഒരു പ്രതീക്ഷയിലാണ് ഞാൻ മെല്ലെ പറയുന്നത് കേട്ടോ. കൂളംസ് ലോ വൃത്തിയായിട്ട് പഠിച്ചു വെക്കണം. കൂളംസ് ലോ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇലക്ട്രിക് ചാർജ് ആയിരുന്നു ആദ്യത്തെ ഫോക്കസ് പോയിന്റിൽ വന്ന ടോപ്പിക്ക്. രണ്ടാമത്തേത് വന്നിട്ട് കൂളംസ് ലോ ആണ്. അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാമല്ലോ. ലോയൊക്കെ നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കില്ലേ? നമ്മളിതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വേറെ വീഡിയോസ് വരും കേട്ടോ. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. മൂന്നാമത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചാപ്റ്ററിലെ മൂന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ്. എന്താണ് ഇലക്ട്രിക് ഫീൽഡ്? ഒരു ചാർജ് പാർട്ടിക്കിളിന് ചുറ്റുമുള്ള സ്പേസിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയാം. ശരിയല്ലേ? മൂന്നാമത്തെ ടോപ്പിക് ഇലക്ട്രിക് ഫീൽഡ്. നാലാമത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. നാലാമത്തെ ടോപ്പിക് ഈ ഒരു ചാപ്റ്ററിൽ ഒന്നാമത്തെ ചാപ്റ്ററിലെ നാലാമത്തെ ടോപ്പിക് നിങ്ങൾ ടിക്ക് ചെയ്ത് വെക്കണം. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്താണ്? ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാമല്ലോ. നാലാമത്തെ ടോപ്പിക് കഴിഞ്ഞു. അഞ്ചാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫ്ലക്സ് എന്താണ്? ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഫൈ എന്ന് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫ്ലക്സ്. അഞ്ചാമത്തെ ടോപ്പിക് ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. ടിക്ക് ചെയ്ത് വെക്കണേ. അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. ആറാമത്തെ ടോപ്പിക് ഗോസസ് ലോ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗോസസ് ലോ എന്ന് പറയുന്നത്. വൃത്തിയായിട്ട് തന്നെ ഗോസസ് ലോ പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ചോദിക്കാൻ ഇപ്പൊ തന്നിരിക്കുന്ന ടോപ്പിക്കിൽ ഏറ്റവും ചാൻസ് ഉള്ളത് ഗോസസ് ലോ ചോദിക്കാനാണ്. ഗോസസ് ലോ എന്താണെന്ന് വൃത്തിയായിട്ട് പഠിച്ചു വെക്കാം. അടുത്തത് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്, അതായത് ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിൽ നിന്നുമുള്ള അവസാനത്തെ ഫോക്കസ് പോയിന്റ് അല്ലെങ്കിൽ ഫോക്കസ് ടോപ്പിക് എന്ന് പറയുന്നത് അപ്ലിക്കേഷൻസ് ഓഫ് ഗോസസ് ലോ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ 1, 2, 3, 4, 5, 6, 7, 8 ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മളോട് പറഞ്ഞത് ഇന്ന ടോപ്പിക്സ് എന്നേ ചോദ്യങ്ങൾ വരുള്ളൂ എന്നുള്ള 8 ഫോക്കസ് പോയിന്റ്സ് ഞാൻ ഒന്നാമത്തെ ചാപ്റ്ററിലെ പറഞ്ഞു. നിങ്ങൾ ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾക്ക് എന്റെ ഒപ്പം എത്താൻ പറ്റുന്നില്ലെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാം, ടിക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, എഴുതുന്നവരാണെങ്കിലും അങ്ങനെ ചെയ്യാം. രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കട്ടെ. രണ്ടാമത്തെ ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിൽ നിന്നുമുള്ള ആദ്യത്തെ അവർ പറഞ്ഞിരിക്കുന്ന സിലബസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ടോപ്പിക് ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് വൃത്തിയായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഒന്നാമത്തെ ടോപ്പിക് ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക് ഏതായിരുന്നു? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. ഇതൊക്കെ എന്താണ് നമുക്ക് പഠിക്കാം. ഓക്കെ, സമയമുണ്ട്. നമ്മൾ നെക്സ്റ്റ് പാർട്ട് വീഡിയോസിൽ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് വരുമല്ലോ. സെക്കൻഡ് ടോപ്പിക്കിലേക്ക് കിടക്കട്ടെ. സെക്കൻഡ് സിലബസിലുള്ള ടോപ്പിക് പറഞ്ഞത് ഏതായിരുന്നു? പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഒരു പോയിന്റ് ചാർജ് ഉണ്ടാവുമ്പോൾ വരുന്ന പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം അല്ലെ. ഇക്വേഷൻ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതായിരുന്നു ഇവിടെ രണ്ടാമത്തെ ചാപ്റ്ററിലെ രണ്ടാമത്തെ ടോപ്പിക്കാണ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചാപ്റ്ററിലെ മൂന്നാമത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. കപ്പാസിറ്റേഴ്സ് ആൻഡ് കപ്പാസിറ്റൻസ്. വളരെ വളരെ ഈസി ആയിട്ടുള്ള 2 ടേംസ് ആണ്. എന്താണ് കപ്പാസിറ്റർ എന്നും എന്താണ് കപ്പാസിറ്റൻസ് എന്നും. രണ്ടും കൺഫ്യൂഷൻ ഇല്ലാതെ പഠിച്ചേക്കണം. ഓക്കെ, നമുക്ക് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒന്ന് സമാധാനപ്പെടും. നമ്മൾ അടുത്ത വീഡിയോസിൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, അപ്പൊ ഞാൻ ടോപ്പിക്സ് മാത്രം പറഞ്ഞു പോവാം. കപ്പാസിറ്റേഴ്സും കപ്പാസിറ്റൻസും ടിക്ക് ചെയ്ത് വെക്കണേ. അടുത്ത നാലാമത്തെ ടോപ്പിക്, രണ്ടാമത്തെ ചാപ്റ്ററിലെ നാലാമത്തെ ടോപ്പിക് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഇമ്പോർട്ടന്റ് എന്ന് തന്നെ ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്ത് വെക്കണേ. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഓക്കെ,
ഈ ദാറ്റ് ഇസ് അടുത്ത ഇമ്പോർട്ടന്റ് ടോപ്പിക്, അഞ്ചാമത്തെ ഇമ്പോർട്ടന്റ് ടോപ്പിക്, രണ്ടാമത്തെ ചാപ്റ്ററിലെ അഞ്ചാമത്തെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ടിക്ക് ചെയ്ത് വെച്ചോളൂ. കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റർ. കപ്പാസിറ്റേഴ്സ് രണ്ടു തരത്തിൽ കമ്പൈൻ ചെയ്യും. എങ്ങനെയൊക്കെയാണ്? സീരീസിലും പാരലൽ ആയിട്ടും അല്ലെ. ഇത് രണ്ടിന്റെയും ഡെറിവേഷൻ ഉണ്ട്, വൃത്തിയായിട്ട് പഠിച്ചേക്കണം. അഞ്ചാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് ആണ്. ടിക്ക് ചെയ്ത് വെക്കണേ. ആറാമത്തെ ടോപ്പിക്കിലേക്ക് കേട്ടോ. ആറാമത്തെ ടോപ്പിക് അവസാനത്തെ ടോപ്പിക്, രണ്ടാമത്തെ ചാപ്റ്ററിലെ ആറാമത്തെ ടോപ്പിക്കാണ് അവസാനത്തെ ടോപ്പിക്. എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. ഇമ്പോർട്ടന്റ് ആണ്, ഡെറിവേഷൻ ആണ്. എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ ഇമ്പോർട്ടന്റ് വിത്ത് ഡെറിവേഷൻ പഠിച്ചേക്കണം. നിനക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പൊ രണ്ടാമത്തെ ചാപ്റ്ററിൽ 1, 2, 3, 4, 5, 6 ഫോക്കസ് പോയിന്റ്സ് ഞാൻ പറഞ്ഞു തന്നു. നിങ്ങൾ ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാൻ വേണ്ടി സ്പീഡായിട്ട് പറയാമല്ലോ. നിങ്ങളൊപ്പം ഒന്ന് പ്രിപ്പയർഡ് ആയില്ലേ? എങ്ങനെ ഞാൻ ടിക്ക് ചെയ്ത് വെക്കുന്നത് മനസ്സിലായിണ്ടാവുമല്ലോ. നിങ്ങൾ ചെയ്യണം കേട്ടോ. അതല്ല ഞാൻ ഇവിടെ റേഡിയോ പോലെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഇവിടെ 100% ഇടുമ്പോൾ നിങ്ങളും അതിനനുസരിച്ച് ഇട്ടാലേ നമുക്ക് കിട്ടുന്ന നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. അല്ലാതെ എനിക്ക് ഇവിടെ നിന്നിട്ട് ഞാൻ പറഞ്ഞു പോകാൻ എനിക്ക് എളുപ്പമാണ്. നിങ്ങൾ അതിനനുസരിച്ച് എഫേർട്ട് ഇടണം, അല്ലെങ്കിൽ ഒന്നും കിട്ടില്ല. വീഡിയോ കണ്ടതുകൊണ്ട് ഒരു കുട്ടി പാസ്സാവണമെന്നോ നല്ല മാർക്ക് കിട്ടണമെന്നോ ഒരു നിർബന്ധവും മനസ്സിലാവുണ്ടോ? ശരി, അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കാം. മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കറന്റ് ഇലക്ട്രിസിറ്റി. കറന്റ് ഇലക്ട്രിസിറ്റിയിൽ ആദ്യത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ട് കേട്ടോ. അതിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്, കുറച്ചെണ്ണം ഉണ്ട്. ആദ്യത്തെ ടോപ്പിക് ഞാൻ പറയാം, ഓംസ് ലോ. ഓംസ് ലോ വൃത്തിയായിട്ട് ടിക്ക് ചെയ്ത് വെക്കണം. വൃത്തിയായിട്ട് ഓംസ് ലോ പഠിക്കണം. ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും ചോദിക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ ടോപ്പിക്, മൂന്നാമത്തെ ചാപ്റ്ററിലെ രണ്ടാമത്തെ ടോപ്പിക് ഏതാണ്? ഇലക്ട്രിക് എനർജി, പവർ. ഇലക്ട്രിക് എനർജിയെ കുറിച്ചും പവറിനെ കുറിച്ചും ആ ഒരു ടോപ്പിക് ഒന്ന് ടിക്ക് ചെയ്ത് വെക്കാം. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. മൂന്നാമത്തെ ടോപ്പിക്കിലേക്ക് കിടക്കട്ടെ, കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. റെസിസ്റ്റേഴ്സ് കമ്പൈൻ ചെയ്യാം. നമ്മൾ തൊട്ട് മുന്നിൽ കപ്പാസിറ്റേഴ്സ് കമ്പൈൻ ചെയ്തില്ലേ, അതേപോലെ റെസിസ്റ്റേഴ്സ് കമ്പൈൻ ചെയ്യാം. റെസിസ്റ്റേഴ്സ് എങ്ങനെ കമ്പൈൻ ചെയ്യാൻ പറ്റും? സീരീസിലും പാരലലും കമ്പൈൻ ചെയ്യാൻ പറ്റും അല്ലെ. അത് രണ്ടിനും ഡെറിവേഷൻ ഉണ്ട്, രണ്ടും പഠിച്ചു വെക്കണേ. അടുത്തത് നാലാമത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം, സെൽസ്, EMF, ഇന്റേണൽ റെസിസ്റ്റൻസ്. ഇത് മൂന്നും സെൽസിനെ കുറിച്ച്, EMF, ഇന്റേണൽ റെസിസ്റ്റൻസ്, മൂന്നിനും ഇക്വേഷൻസ് ഉണ്ടെന്നാണ് എന്റെ ഓർമ്മ. എനിക്ക് ഉറപ്പില്ല. ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ ഞാൻ ഫർദർ ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞുതരാം. സെൽസ്, EMF, ഇന്റേണൽ റെസിസ്റ്റൻസ്. ഓക്കെ, ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ. മൂന്നും ഒരൊറ്റ ടോപ്പിക്കിനകത്ത് വരുന്നതാണ്. അപ്പോ നെക്സ്റ്റ് അഞ്ചാമത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം, കിർച്ചോഫ്സ് ലോ. കിർച്ചോഫിന് ഒന്നാമത്തെ ലോ, രണ്ടാമത്തെ ലോ, 2 ലോ ഉണ്ട്. 2 ലോയും ഈസിയാണ്. ജംഗ്ഷൻ റൂൾ എന്നൊക്കെ പറയുന്ന ലോസ് ഒക്കെ കിർച്ചോഫിലല്ലേ വരുന്നത് ആണ്. അപ്പൊ വൃത്തിയായിട്ട് പഠിച്ചേക്കുക. കിർച്ചോഫിന് 2 ലോയും ഇമ്പോർട്ടന്റ് ആണ്, എന്ന് പഠിച്ചേക്കണം. അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. അടുത്ത ടോപ്പിക്ക് മൂന്നാമത്തെ ചാപ്റ്ററിലെ ആറാമത്തെ ടോപ്പിക് ആയിട്ടുള്ള വീസ്റ്റൺ ബ്രിഡ്ജ്. വീസ്റ്റൺ ബ്രിഡ്ജ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും പഠിച്ചേക്കണം. വീസ്റ്റൺ ബ്രിഡ്ജ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ഒരു ടോപ്പിക് കഴിഞ്ഞു. അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കട്ടെ. അതായത് 6 കഴിഞ്ഞു. ഏഴാമത്തെ ടോപ്പിക്, മൂന്നാമത്തെ ചാപ്റ്ററിലെ ഏഴാമത്തെ ടോപ്പിക് മീറ്റർ ബ്രിഡ്ജ്. ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. മീറ്റർ ബ്രിഡ്ജ് ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണല്ലോ അവർ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. മീറ്റർ ബ്രിഡ്ജ് ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം, ദാറ്റ് ഇസ് ലാസ്റ്റ് ടോപ്പിക്, പൊട്ടൻഷ്യോമീറ്റർ. നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് വീസ്റ്റൺ ബ്രിഡ്ജ്, മീറ്റർ ബ്രിഡ്ജ്, പൊട്ടൻഷ്യോമീറ്റർ. ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. നിങ്ങൾക്ക് ഇപ്പൊ അറിയുന്നുണ്ടാവില്ല, എനിക്കറിയാം. നിങ്ങൾക്ക് ഇതൊന്നും, ഈ പേരുകളൊന്നും നിങ്ങൾക്ക് പരിചിതമായിരിക്കില്ല. പക്ഷേ ഞങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, പേടിക്കണ്ട. ഓക്കെ, അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കാം. നാലാമത്തെ ചാപ്റ്റർ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം ആണ് നാലാമത്തെ ചാപ്റ്റർ. 5 ഇമ്പോർട്ടന്റ് ഫോക്കസ് ഏരിയാസ് ആണ് നമുക്ക് സിലബസിൽ തന്നിരിക്കുന്നത്. ഒന്നാമത്തെ ഫോക്കസ് ഏരിയ നിങ്ങൾ ചെയ്യേണ്ടത് മാഗ്നറ്റിക് ഫോഴ്സ് എന്താണ് എന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, മാഗ്നറ്റിക് ഫോഴ്സ് ടിക്ക് ചെയ്ത് വെക്കണേ. ബി, ദാറ്റ് ഈസ് രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറന്റ് എലമെന്റ്. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറന്റ് എലമെന്റ്, ബയോട്ട്-സവാർട്സ് ലോ. ബയോട്ട്-സവാർട്സ് ലോ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും പഠിച്ചേക്കണം. ബയോട്ട്-സവാർട്സ് ലോ ഒക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം നിങ്ങൾക്ക്. ബയോട്ട്-സവാർട്സ് ലോ ഒന്ന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ടിക്ക് ചെയ്ത് വെക്കണം. മൂന്നാമത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം, മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ആക്സിസ് ഓഫ് എ സർക്കുലർ കറന്റ് ലൂപ്പ്. സർക്കുലർ ലൂപ്പ് ഇമ്പോർട്ടന്റ് ആണ്, ടിക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, നാലാമത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം, ആംപയർ സർക്യൂട്ടൽ ലൂപ്പ്. ആംപയർ സർക്യൂട്ടൽ ലോ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആംപയർ സർക്യൂട്ടൽ ലോ ഒന്ന് പഠിച്ചു വെക്കണേ. നാലാമത്തെ ടോപ്പിക്, ലാസ്റ്റ് ടോപ്പിക്, നാലാമത്തെ ചാപ്റ്ററിലെ അഞ്ചാമത്തെ ടോപ്പിക്, ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം, സോളിനോയിഡും ടൊറോയിഡും. സോളിനോയിഡും ടൊറോയിഡും ഫിഗറോട് കൂടിയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണെങ്കിൽ ഫിഗർ സ്കിപ്പ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് സംഭവം ഒന്ന് പഠിച്ച് മനസ്സിലാക്കി വെക്കുക. അത് ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പൊ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി വെക്കൂ, നോക്കി വെക്കൂ എന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ കണ്ടന്റ് ബേസ്ഡ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമല്ലോ. അപ്പോഴേക്കും നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം, എന്താണ് ആ സംഭവം, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ച് കഷ്ടമാണ്. ഞാൻ എന്ത് പറയുമ്പോഴും ഓൾറെഡി ABCD അറിയുന്ന ഒരു കുട്ടിക്ക് ആപ്പിൾ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അല്ലാതെ ഡയറക്റ്റ് ആപ്പിൾ ഓറഞ്ച് എന്ന് പറഞ്ഞ ഒരു കുട്ടിക്ക് മനസ്സിലാവും ബുദ്ധിമുട്ടല്ലേ. അത്രയും ഉദ്ദേശിച്ചുള്ളൂ. സമയത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം.
അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കാമല്ലോ. 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. മാഗ്നറ്റിസം ആൻഡ് മാറ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ടോപ്പിക്സ്, 3 ഫോക്കസ് ഏരിയാസ് ആണുള്ളത്. ഒന്നാമത്തെ ഫോക്കസ് ഏരിയ ഞാൻ വായിക്കാം. മാഗ്നറ്റിസം ആൻഡ് ഗോസസ് ലോ. നമ്മൾ ഗോസസ് ലോ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ചു. അത് ഇതിന്റെ കേസിൽ ഇലക്ട്രിക് ബേസിസിൽ, ഇവിടെ മാഗ്നറ്റിക് ബേസിസിൽ. അപ്പൊ മാഗ്നറ്റിസം ആൻഡ് ഗോസസ് ലോ ആണ് ആദ്യത്തെ ഇമ്പോർട്ടന്റ് ഫോക്കസ് ഏരിയ. രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ഏരിയയിലേക്ക് കിടക്കാൻ എർത്ത് മാഗ്നറ്റിസം. എർത്തിന്റെ മാഗ്നറ്റിസം എങ്ങനെയാണ്, അതിനെ കുറിച്ച് വളരെ വൃത്തിയായിട്ടൊരു ധാരണ വേണം. 3ാമത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ദാറ്റ് ഈസ് ലാസ്റ്റ് ടോപ്പിക് ഓഫ് 5th ചാപ്റ്റർ. മാഗ്നറ്റൈസേഷൻ ആൻഡ് മാഗ്നറ്റിക് ഇന്റൻസിറ്റി. മാഗ്നറ്റൈസേഷൻ ആൻഡ് മാഗ്നറ്റിക് ഇന്റൻസിറ്റി ആണ് ഈ 3 ടോപ്പിക്സ് ആണ് നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഈ ചാപ്റ്ററിൽ നിന്നും. ഓക്കെ, ഒന്നുകൂടെ വായിക്കാം. മാഗ്നറ്റിസം ആൻഡ് ഗോസസ് ലോ, എർത്ത് മാഗ്നറ്റിസം, മാഗ്നറ്റൈസേഷൻ ആൻഡ് മാഗ്നറ്റിക് ഇന്റൻസിറ്റി. കേട്ടോ, ഈ 3 ടോപ്പിക്ക് ഒന്ന് ടിക്ക് ചെയ്ത് വെക്കാം, നമുക്ക് പഠിക്കാം. ഓക്കെ, 6ാമത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. സോറി, 6ാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാം. 6ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. 3 മാർക്കാണ് ഈ ചാപ്റ്ററിനകത്ത് നിന്ന് ചോദിക്കാം. നമ്മൾ വെയിറ്റേജ് വീഡിയോ ഒക്കെ അപ്ലോഡഡ് ആണ്, നമുക്ക് നോക്കണേ. അപ്പൊ 6ാമത്തെ ചാപ്റ്റർ എടുത്തു. 6ാമത്തെ ചാപ്റ്റർ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ഇതിനകത്ത് ടോട്ടൽ 4 ഫോക്കസ് ഏരിയാസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ഒന്നാമത്തെ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് ഫാരഡേസ് ലോ ഓഫ് ഇൻഡക്ഷൻ. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ലോ ആണ്. ഫാരഡേയുടെ ലോ ഇമ്പോർട്ടന്റ് ആണ്. ടെക്ക് ചെയ്ത് വെക്കുക, വായിച്ച് നോക്കുക, മനസ്സിലാക്കി വെക്കുക. മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞുതരാം. അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. സെക്കൻഡ് ടോപ്പിക്, 6ാമത്തെ ചാപ്റ്ററിലെ 2ാമത്തെ ടോപ്പിക് ആയിട്ടുള്ള മോഷണൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ഓക്കെ, മോഷണൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ഓക്കെ, 6ാമത്തെ ചാപ്റ്ററിൽ തന്നെ 3ാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എഡി കറന്റ്. എഡി കറന്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എഡി കറന്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണെന്ന് മാത്രം ഒന്ന് പഠിച്ചേക്കണേ. അടുത്തത് ഡി ഇൻ ദ സെൻസ് 6ാമത്തെ ചാപ്റ്ററിലെ 4ാമത്തെ ടോപ്പിക് ആയിട്ടുള്ള എ സി ജനറേറ്റർ ഇമ്പോർട്ടന്റ് ആണ്. വിത്ത് ഫിഗറോട് കൂടി തന്നെ നിങ്ങൾ ആ ഒരു അതിനകത്ത് നടക്കുന്ന പ്രോസസ് ഉണ്ടല്ലോ, അതായത് ഇന്ന ആമിന്ന് ഇന്ന ആം ടു കറണ്ട് പോയി, ദാറ്റ് ഈസ് ഇന്ന കോയിൽ സ്പ്ലിറ്ററിങ്, അതൊക്കെ വരയ്ക്കാൻ അറിയണം, ഒരു പ്രോസസ് അറിയണം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പൊ 6ാമത്തെ ചാപ്റ്ററിൽ 4 ടോപ്പിക്സ് ആണ് ഞാൻ പറഞ്ഞത്. 4 ടോപ്പിക്സ് നിങ്ങൾ ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 7ാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാം. ദാറ്റ് ഈസ് ഓൾട്ടർനേറ്റീവ് കറണ്ട്, ദാറ്റ് ഈസ് എ സി. എ സിയിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 ടോപ്പിക്സ് ആണ്, 5 ഫോക്കസ് ഏരിയാസ് ആണുള്ളത്. ഒന്നാമത്തെ ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് എ സി വോൾട്ടേജ് അപ്ലൈ ടു എ റെസിസ്റ്റർ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റെസിസ്റ്ററിലേക്ക് ഒരു എ സി കറണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ, എ സി എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൾട്ടർനേറ്റീവ് കറണ്ട് അല്ല, അത് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന സംഭവങ്ങൾ, ഇക്വേഷൻ സംഭവങ്ങളൊക്കെ, അതാണ് ഒന്നാമത്തെ ഏരിയ ടു ബി ഫോക്കസ്ഡ്. ഓക്കെ, സെക്കൻഡ് area to be focused is representation of AC current and voltage by rotating vectors. ഈ ഒരു ടോപ്പിക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്സിൽ ഉണ്ട്. വൃത്തിയായിട്ട് നമ്മൾ അധികം ഫെമിലിയർ അല്ലാത്തൊരു ടോപ്പിക് ആയിരിക്കും മേ ബി, ബിക്കോസ് ഞാനൊന്നും അത്ര ഇമ്പോർട്ടന്റ് ആണ്. എന്റെ സിലബസിൽ എങ്ങനെയായിരുന്നു, ഞാൻ പഠിക്കുമ്പോൾ എങ്ങനെയായിരുന്നു, ഫുൾ ആയിരുന്നു. നിങ്ങളെ പോലെ ഇപ്പോഴാണല്ലോ കൊറോണ ഒക്കെ വന്നത്, അന്ന് കൊറോണ ഒന്നും അല്ലായിരുന്നല്ലോ. അപ്പൊ ഫുൾ സിലബസ് ആയിരുന്നു, അപ്പൊ എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ടോപ്പിക്സ് ഒന്നും ഞാൻ അത്ര പരിചിതമായിരുന്നില്ല. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും ഈ ടോപ്പിക്സ് വൃത്തിയായിട്ട് പറഞ്ഞുതരാം. 3ാമത്തെ ടോപ്പിക്കിലേക്ക് കിടക്കട്ടെ. എ സി വോൾട്ടേജ് അപ്ലൈ ടു ആൻ ഇൻഡക്ടർ. നമ്മൾ ആദ്യം നോക്കിയത് എന്തായിരുന്നു, എ സി വോൾട്ടേജ് അപ്ലൈ ടു റെസിസ്റ്റർ ആയിരുന്നു. ഇവിടെ എന്താണ്, എ സി വോൾട്ടേജ് അപ്ലൈ ടു ആൻ ഇൻഡക്ടർ. അടുത്തത് എ സി വോൾട്ടേജ് അപ്ലൈ ടു ആൻ കപ്പാസിറ്റർ. ആദ്യം റെസിസ്റ്റർ, പിന്നെ ഇൻഡക്ടർ, പിന്നെ കപ്പാസിറ്റർ. എ സി വോൾട്ടേജ് അപ്ലൈ ടു കപ്പാസിറ്റർ ആണ് 4ാമത്തെ ടോപ്പിക് കേട്ടോ, 7ാമത്തെ ചാപ്റ്ററിലെ 4ാമത്തെ ടോപ്പിക്. ലാസ്റ്റ് ടോപ്പിക് ഓഫ് 7th ചാപ്റ്റർ ഈസ് ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമർ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം, ടിക്ക് ചെയ്ത് വെക്കാം. ഞാൻ പറയുന്ന ടോപ്പിക്സ് ഒക്കെ ടിക്ക് ചെയ്ത് വെക്കാം. 8ാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാം. 8ാമത്തെ ചാപ്റ്റർ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് അത്ര മാർക്ക് വെയിറ്റേജ് ഇല്ല, 2 മാർക്കോ മറ്റോ ആയിരുന്നു, എനിക്ക് ഓർമ്മയില്ല. 2 മാർക്കാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 2 ടോപ്പിക്സ് ആണുള്ളത്. ഒന്നാമത്തെ ടോപ്പിക് ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ആണ് ഒന്നാമത്തെ ടോപ്പിക്. 2ാമത്തെ ടോപ്പിക് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. നമുക്ക് ടൈപ്സ് ഓഫ് വേവ്സ് ഒക്കെ ഉണ്ടല്ലോ കുറേ, അതിനകത്തുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ കുറിച്ച്, എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ കുറിച്ചും വളരെ വ്യക്തമായൊരു ധാരണ വേണം. ജസ്റ്റ് ഈ 2 ടോപ്പിക്സ് മാത്രമേ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. 9ാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാൻ റേ ഒപ്റ്റിക്സിന്റെ കേസിലാണെങ്കിൽ ആദ്യം നല്ലൊരു വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലെ, 7 മാർക്കോ മറ്റോ ആയിരുന്നു റേ ഒപ്റ്റിക്സിൽ നിന്ന് ചോദിക്കുന്നത് എന്നാണ് ഞാൻ എനിക്ക് ഷാർപ്പായിട്ട് ഓർമ്മയില്ല. 7 മാർക്കാണ് തോന്നുന്നു. ഈ ചാപ്റ്ററിലെ ആദ്യ ടോപ്പിക്കിലേക്ക് കിടക്കാം. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ബൈ സ്പെറിക്കൽ മിറേഴ്സ്. സ്പെറിക്കൽ മിറേഴ്സിലൂടെ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിനെ കുറിച്ചുള്ള ധാരണ ആദ്യത്തെ ടോപ്പിക്കാണ്. 2ാമത്തെ ടോപ്പിക് റിഫ്രാക്ഷൻ. ഓക്കെ, ടിക്ക് ചെയ്ത് വെക്കണേ. 3ാമത്തെ ടോപ്പിക് റിഫ്രാക്ഷൻ അറ്റ് സ്പെറിക്കൽ സർഫസ് ബൈ ലെൻസസ്. ഓക്കെ, നേരത്തെ മിറേഴ്സ് ആയിരുന്നു, ഇവിടെ ലെൻസസ് ആണ്. 4ാമത്തെ ടോപ്പിക് ആൻഡ് ദ ലാസ്റ്റ് ടോപ്പിക് ഇസ് റിഫ്രാക്ഷൻ ത്രൂ പ്രിസം. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രിസം വരച്ചത് തന്നെ പഠിക്കണേ. റിഫ്രാക്ഷൻ ത്രൂ പ്രിസം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതോടുകൂടി നമ്മുടെ റേ ഒപ്റ്റിക്സ് കഴിഞ്ഞു. 10ാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാം. ദാറ്റ് ഈസ് വേവ് ഒപ്റ്റിക്സ്. വേവ് ഒപ്റ്റിക്സ് 3 മാർക്ക് ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ.
ആദ്യം നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഫോക്കസ് എന്ന് പറയുന്നത് ഹൈജീൻസ് പ്രിൻസിപ്പിൾ ആണ്. ഹൈജീൻസ് പ്രിൻസിപ്പിൾ വൃത്തിയായിട്ട് പഠിച്ചിരിക്കണം. രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പോളറൈസേഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൂന്നാമത്തെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ജസ്റ്റ് 3 കാര്യമേ ഉള്ളൂ ഇതിനകത്ത്. അപ്പൊ ഈ 3 കാര്യമായിട്ട് അവരൊരു ചാപ്റ്ററെ കട്ട് ഷോർട്ട് ചെയ്യണമെങ്കിൽ ഈ 3 കാര്യം അത്ര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണല്ലോ. മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് പറയുന്നത് ടോപ്പിക് ടു ബി ഫോക്കസ്ഡ് ഇസ് റിഫ്രാക്ഷൻ ആൻഡ് റിഫ്ലക്ഷൻ ബൈ പ്ലെയിൻ വേവ്സ് യൂസിംഗ് ഹൈജീൻസ് പ്രിൻസിപ്പിൾ. ഓക്കെ, ഈ കാര്യങ്ങൾ ഈ 3 ടോപ്പിക്സേ ഉള്ളൂ. ഈ 3 ടോപ്പിക്സ് വൃത്തിയായിട്ട് പഠിച്ചേക്കണം. അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കാം. ദാറ്റ് ഈസ് 11ാമത്തെ ചാപ്റ്റർ, ഡുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ. ഡുവൽ നേച്ചർ ഓഫ് മാറ്ററിൽ നിന്ന് നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്ട് എന്താണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്ട്? നമ്മൾ കെമിസ്ട്രി +1 പഠിച്ചാണ്. എന്താണ്? മെറ്റൽ സർഫസ് ഇലക്ട്രോണുകളെ എമിറ്റ് ചെയ്യുന്ന ഫിനോമിനെയാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്ട് എന്ന് പറയാ. ശരിയല്ലേ? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്ട് എന്താണെന്ന് പഠിച്ചേക്കണം. അതാണ് ഒന്നാമത്തെ ഏരിയ ടു ബി ഫോക്കസ്ഡ്. രണ്ടാമത്തെ ഏരിയ ടു ബി ഫോക്കസ്ഡ് ഈസ് ഐൻസ്റ്റൈൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ഐൻസ്റ്റൈൻ എനർജി ക്വാണ്ടം ഓഫ് റേഡിയേഷൻ എന്ന് പറയും നമ്മളതിനെ. ഐൻസ്റ്റൈന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. എന്താണ് ഇക്വേഷൻ? ഈസ് ഈക്വൽ ടു mc², അല്ലേ? ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഏരിയ, രണ്ടാമത്തെ ഫോക്കസ് പോയിന്റ്. മൂന്നാമത്തെ ഫോക്കസ് പോയിന്റിലേക്ക് കിടക്കാം. ദാറ്റ് ഇസ് പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റിന്റെ പാർട്ടിക്കിൾ നേച്ചർ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ടോപ്പിക് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്ട്, പിന്നെ ഐൻസ്റ്റൈന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ, പിന്നെ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ്. ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. ദാറ്റ് ഇസ് 4ാമത്തെ ടോപ്പിക് ആയിട്ടുള്ള ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിന്റെ ബോർ മോഡൽ. 5ാമത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ദാറ്റ് ഇസ് ഡി ബ്രോഗ്ലിസ് എക്സ്പ്ലനേഷൻ ഓഫ് സെക്കൻഡ് പോസ്റ്റുലേറ്റ് ഓഫ് ക്വാണ്ടൈസേഷൻ. ക്വാണ്ടൈസേഷന്റെ സെക്കൻഡ് പോസ്റ്റുലേറ്റിനെ ഡി ബ്രോഗ്ലി എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തത് എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവും. ഒട്ടും പേടിക്കേണ്ട, അതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഈ ചാപ്റ്റർ ഇതോടുകൂടി കഴിഞ്ഞു. ദാറ്റ് ഇസ് ഈ 5 ടോപ്പിക്സോടുകൂടി നമ്മുടെ ഡുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ മാറ്റർ കഴിഞ്ഞു. അടുത്ത നമ്മൾ 13ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള 12ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ആറ്റംസിലേക്ക് കിടക്കാം. 12ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ആറ്റംസിൽ നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കേണ്ടത് ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം തന്നെയാണ്. ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം പഠിച്ചേക്കണം. ഡി ബ്രോഗ്ലിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ വരുന്നത് ആറ്റംസിലാണ് കേട്ടോ, ഡുവൽ നേച്ചറിലല്ല. ഡുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ മാറ്ററിലല്ല. ഡുവൽ നേച്ചറിൽ വരുന്നത് 3 ടോപ്പിക്സ് മാത്രമേ ഉള്ളൂ. ഈ ആറ്റംസിന്റെ കേസിലാണ് ഈ ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം, ഡി ബ്രോഗ്ലിന്റെ എക്സ്പ്ലനേഷൻ ടുവേർഡ്സ് ദി സെക്കൻഡ് ലോ ഓഫ് ക്വാണ്ടൈസേഷൻ. ഈ 2 ടോപ്പിക്സും വരുന്നത് നമ്മുടെ ആറ്റംസിലാണ്, നമ്മുടെ ഡുവൽ നേച്ചറിലല്ല. ഓക്കെ, അപ്പൊ ഡുവൽ നേച്ചറിൽ വരുന്നത് ഒന്നും കൂടെ ഞാൻ എടുത്ത് പറഞ്ഞുതരാം. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്ട്, ഐൻസ്റ്റൈൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ, പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ്. ഇത് 3ഉമാണ് നമ്മുടെ ഡുവൽ നേച്ചറിൽ വരുന്നത്. തെറ്റി പറഞ്ഞു പോയില്ലേ, 2 ചാപ്റ്റേഴ്സും ഒരുമിച്ച് പറഞ്ഞു, സോറി. അടുത്ത നമ്മുടെ 12ാമത്തെ ചാപ്റ്ററിൽ ആദ്യം പഠിക്കേണ്ടത് ആറ്റംസിൽ ആദ്യം പഠിക്കേണ്ടത് ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം, ഡി ബ്രോഗ്ലി എക്സ്പ്ലനേഷൻ ടുവേർഡ്സ് ദി സെക്കൻഡ് ലോ ഓഫ് ക്വാണ്ടൈസേഷൻ. ഇത് 2മാണ് 12ാമത്തെ ചാപ്റ്റർ. 13ാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാമല്ലോ, ന്യൂക്ലിയയിലേക്ക് കിടക്കാമല്ലോ. ന്യൂക്ലിയയിൽ വെറും 2 ടോപ്പിക്കേ ഉള്ളൂ, ഈസി ആയിട്ടുള്ള 2 ടോപ്പിക്കാണ്. റേഡിയോ ആക്ടിവിറ്റി ഒന്നാമത്തെ ടോപ്പിക്, രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ന്യൂക്ലിയർ എനർജി. റേഡിയോ ആക്ടിവിറ്റി ടിക്ക് ചെയ്ത് വെക്കുക, ന്യൂക്ലിയർ എനർജിയും ഒന്ന് ടിക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കാമല്ലോ. 14ാമത്തെ ചാപ്റ്റർ നമ്മുടെ ഫിസിക്സിലെ +2 സെമി കണ്ടക്ടർ ആദ്യം നിങ്ങൾ പഠിച്ചേക്കേണ്ട കാര്യം സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സിനെ കുറിച്ച്, അതിന്റെ മെറ്റീരിയൽ, ഡിവൈസസ്, സിമ്പിൾസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ അപ്ലിക്കേഷൻ ഓഫ് ജംഗ്ഷൻ ഡയോഡ് ആസ് എ റെക്ടിഫയർ, ഇമ്പോർട്ടന്റ് ആണ്. റെക്ടിഫയറിന്റെ കാര്യം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചേക്കണം. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് ലോജിക് ഗേറ്റ്സ് ഒക്കെ വളരെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചേക്കാൻ പറ്റും, അല്ലെ? ആ 0 ഇൻപുട്ട് ഔട്ട്പുട്ട് ഒക്കെ വരുന്നത് ലോജിക് ഗേറ്റ്സ് പഠിച്ചേക്കാം. പിന്നെ റെക്ടിഫയർ വൃത്തിയായിട്ട് പഠിച്ചേക്കാം. ഈ ഒരു ടോപ്പിക്സ്, ഈ ഒരു 2 ടോപ്പിക്കോട് കൂടിയിട്ട് നമ്മുടെ എന്ത് കഴിയും? സെമി കണ്ടക്ടേഴ്സ് കഴിയും. ഒന്നാമത്തെ കാര്യം അപ്ലിക്കേഷൻ ഓഫ് ജംഗ്ഷൻ ഡയോഡ്, രണ്ടാമത്തെ കാര്യം ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് ലോജിക് ഗേറ്റ്സ്. ഇതോടുകൂടി കഴിയും. അപ്പൊ 14 ചാപ്റ്ററിൽ ഫിസിക്സിന്റെ കട്ട് ഷോർട്ട് ചെയ്ത സിലബസ് പ്രകാരം ഫോക്കസ് പോയിന്റ് എന്ന് പറഞ്ഞ സംഭവത്തിൽ ഇതൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ട പോയിന്റ് ആയിട്ട് നമുക്ക് ഇപ്പോൾ സിലബസിൽ അവർ തന്നിരിക്കുന്ന സംഭവങ്ങൾ, നമ്മുടെ ബോർഡ് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ മതി. അവർ ഇതെല്ലാം കട്ട് ഷോർട്ട് ചെയ്ത് തന്നിരിക്കും, ഇത് മാത്രം പഠിച്ചാൽ മതി. ഇത് നിങ്ങൾ മെല്ലെ മെല്ലെ പഠിച്ചു തുടങ്ങുക. ഇത് നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ മറ്റേ ഇതിന്റെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അത് ഷൂട്ട് ചെയ്യുന്നതേ ഉള്ളൂ, സോ അത് അപ്ലോഡ് ചെയ്യും. എന്തായാലും ഒട്ടും വൈകിക്കില്ല, എന്തായാലും അപ്ലോഡ് ചെയ്യും. ഇതേപോലെ എല്ലാ ചാപ്റ്റേഴ്സ്, എല്ലാ സബ്ജക്ട്സിന്റെയും വീഡിയോ അപ്ലോഡഡ് ആണ്. ഫോക്കസ് പോയിന്റ്സിന്റെ സ്റ്റുഡന്റിന്റെ ഒപ്പം ഞങ്ങൾ പറയുന്നതോടുകൂടി ഒപ്പം ആ ടോപ്പിക്സ് ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ ടിക്ക് ചെയ്ത് പോകണം. ഓക്കെ, ഇപ്പൊ റാപ്പിഡ് കോഴ്സിന്റെ കാര്യം ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്. 3 മന്ത്സിനുള്ളിൽ +2 സിലബസ് കവർ ചെയ്യുന്ന ഫോക്കസ് പോയിന്റ് ബേസിസിൽ ലൈവ് സെഷൻസിലൂടെ, ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സസ് ത്രൂ സൂം ആൻഡ് മീറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. 3 മാസത്തിനുള്ളിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു പരിപാടി സ്റ്റുഡന്റ് നടത്തി വരുന്നുണ്ട്. താല്പര്യമുള്ളവർ ഒന്ന് കോൺടാക്ട് ചെയ്യുക ആൻഡ് ഫർദർ വീഡിയോസ് വാച്ച് ചെയ്യുക. താങ്ക് യു സോ മച്ച്.